ദൈവത്തിനാലയം അണഞ്ഞിടുവിൻ ദൈവജനമേ. കാകുൽത്താമലയിലെ യാഗത്തിനോർമ്മയിൽ ഒന്നാം ബലിയർപ്പിക്കാം. ഇതാ ദൈവത്തിനാലയം അണഞ്ഞിടുവിൻ ദൈവജനമേ. കാകുൽത്താമലയിലെ യാഗത്തിനോർമ്മയിൽ ഒന്നാം ബലിയർപ്പിക്കാം. അനുതാപമോടെ അണയാം ഈ യാഗവേദിയിൽ ഞങ്ങൾ. അനുതാപമോടെ അണയാം ഈ യാഗവേദിയിൽ ഞങ്ങൾ. സ്നേഹസമ്പന്നനായ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിൽ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾ തിരുസന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. ഈ നിമിഷം ഞങ്ങളുടെ ഇടവക ദേവാലയത്തെയും എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകമായി ഞങ്ങളുടെ സെന്റ് മാർട്ടിൻ വാർഡിനെയും വാർഡിലെ ഓരോ കുടുംബത്തെയും എല്ലാ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് അനുദിനം ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ നന്മകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ഇടവകയോടും ഇടവക വികാരിയോടും സിസ്റ്റേഴ്സിനോടും ഇടവകാംഗങ്ങളോടും ചേർന്ന് ദൈവഹിതം അന്വേഷിക്കുന്നവരും അതനുസരിച്ച് ജീവിക്കുന്നവരുമായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ബലിവേദിയിൽ സമർപ്പിച്ച് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റേതുമായ ഈ ജീവിത ബലി നമുക്കൊരുമയോടെ സമർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സുവിശേഷ സന്ദേശവുമായി സ്ലിഹന്മാരെ ലോകത്തിലേക്ക് അയച്ച് മിശിഹാ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നിന്നിൽ നവജീവൻ പ്രാപിച്ച് നിരന്തരം സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പാപമോചകമായ ഈ പെസഹ രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ പാപികളും ബലഹീനരുമായ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരമെന്നും അനവധിൻ മമ നാഥാമി. മഹിമയ്ക്കളവില്ലറിവൂ ഞാൻ തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 1, 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാൽ. നമ്മുടെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. യോർദാന്റെ അക്കരെ മോവാബ് ദേശത്ത് വെച്ച് മോശ നിയമം വിശദീകരിക്കുവാൻ തുടങ്ങി. നമ്മുടെ ദൈവമായ കർത്താവ് ഹോറേബിൽ വെച്ച് നമ്മോട് അരുൾ ചെയ്തു, നിങ്ങൾ ഈ മലയിൽ വേണ്ടത്ര കാലം താമസിച്ചു കഴിഞ്ഞു. ഇനി ഇവിടം വിട്ട് അമോര്യരുടെ മലമ്പ്രദേശത്തേക്കും അവരുടെ അയൽക്കാർ പാർക്കുന്ന മരുഭൂമി, മലമ്പ്രദേശം, സമതലം, നെഗേബ്, കടൽത്തീരം എന്നിവിടങ്ങളിലേക്കും പോകുവിൻ. ഖാനാന്യരുടെ ദേശത്തേക്കും ലെബനോണിലേക്കും മഹാനദിയായ യൂഫ്രട്ടീസ് വരെയും നിങ്ങൾ പോകുവിൻ. ഇതാ ആ ദേശം നിങ്ങൾക്ക് ഞാൻ വിട്ടുതന്നിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവർക്കും സന്തതികൾക്കുമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം ചെന്ന് കൈയടക്കുവിൻ. കർത്താവിന് സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുനിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാൽ. വിശുദ്ധാത്മാവിനെ അനുഗ്രഹിക്കട്ടെ. എല്ലാം നിയമാനുസൃതമാണ്, എല്ലാം പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. ഏതൊരുവനും സ്വന്തം നന്മ കാംക്ഷിക്കാതെ അയൽക്കാരന്റെ നന്മ കാംക്ഷിക്കട്ടെ. ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതുതരം മാംസവും വാങ്ങി മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുവിൻ.
കാരണം ഭൂമിയിലും അതിലുള്ള സർവ്വവും കർത്താവിൻ്റേതാണ്. അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പിത്തരുന്നതെന്തും മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നുവെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതിയും മനസ്സാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത്. നിന്റെ മനസ്സാക്ഷിയല്ല അവൻ്റേതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ സ്വാതന്ത്ര്യം മറ്റൊരുവന്റെ മനസ്സാക്ഷി കൊണ്ട് എന്തിനു വിധിക്കപ്പെടണം? കൃതജ്ഞതയോടെയാണ് ഞാൻ അതിൽ ഭാഗഭാക്കാകുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞതയർപ്പിക്കുന്ന ഒന്നിനു വേണ്ടി എന്തിന് എന്നെ കുറ്റപ്പെടുത്തണം? അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെന്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിത തൂലിക പോലെ നാവിപ്പോ. പാതനുമതുപോൽ സുഖനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവും ആയി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു. അത് സംഭവിക്കുന്നു. കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹപാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തുട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഗലീലക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലക്കാരെക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട് ആ 18 പേർ അന്ന് ജെറുസലമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോമിശിഹായാൽ അനുഗ്രഹീതരായ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ,
ഈശോയ്ക്ക് വഴിയൊരുക്കുവാനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. സ്നാപകൻ തന്റെ പ്രസംഗം ആരംഭിച്ചത് ഇങ്ങനെയാണ്: മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്താപത്തിന്റെ ഫലങ്ങള് പുറപ്പെടുവിക്കുവിൻ. സ്നാപകന് ശേഷം ഈശോ തന്റെ പ്രസംഗം ആരംഭിച്ചതും ഇങ്ങനെ തന്നെയായിരുന്നു: പശ്ചാത്തപിക്കുവിൻ, ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തില് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഭാവമാണ് പശ്ചാത്താപവും മാനസാന്തരവും എന്ന സത്യം. ഇന്ന് സുവിശേഷത്തിലൂടെ തിരുസഭാ മാതാവ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ചിന്തയും ഇതുതന്നെയാണ്: പശ്ചാത്താപിക്കുക, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ഈശോ ഇവിടെ ഏതാനും സംഭവങ്ങള് തന്റെ ശ്രോതാക്കളുടെ മുൻപിൽ നിരത്തുകയാണ്. അന്നത്തെ കാലത്ത് ഏറ്റവും വേദനാജനകവും ക്രൂരവുമായ ചില സംഭവങ്ങള്. ഈ സംഭവങ്ങളെല്ലാം അന്ന് ഉണ്ടായത് എന്തുകൊണ്ട് എന്ന് ഈശോ ചോദിക്കുന്നു. അതുപോലെ നിങ്ങളും നശിക്കും എന്ന് ശ്രോതാക്കളോട് ഈശോ പറയുന്നു. എപ്പോഴാ? നിങ്ങൾ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ. അപ്പോൾ പശ്ചാത്താപത്തിന്റെ ആവശ്യം എത്ര വലുതാണ് എന്ന് ഈശോ ഇവിടെ വ്യക്തമാക്കുകയാണ്. നിന്റെ സഹോദരനോടൊത്ത് നീ ന്യായാധിപന്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക എന്ന് ഈശോ ഉദ്ബോധിപ്പിക്കുന്നു. കാരണം ന്യായാധിപന്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ വാദപ്രതിവാദങ്ങളായി ഒരുപക്ഷെ നീ ശിക്ഷിക്കപ്പെട്ടേക്കാം. അവസാനത്തൊട്ട് കൊടുക്കുന്നത് വരെ നീ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല. നമുക്കറിയാം, കാരാഗൃഹത്തിൽ കിടക്കുന്നവന് വായ്പ വാങ്ങിയത് കൊടുക്കാൻ ഒരു നിവൃത്തിയും ഉണ്ടാകില്ല. കാരണം അവന് ജോലി ചെയ്യാൻ കഴിയില്ല, അവൻ തടവിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജീവിതകാലം മുഴുവൻ തടവിൽ കിടക്കേണ്ടി വരില്ലേ എന്ന് സ്വാഭാവികമായ സംശയം നമ്മുടെ ഇടയിലുണ്ടാകും. അത് ഈശോ പറയുന്ന ഇത് തന്നെയാണ്: രമ്യതപ്പെടുക, പശ്ചാത്തപിക്കുക, മാനസാന്തരപ്പെടുക. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിന്റെ അടിസ്ഥാന സത്യമാണ്, ഭാവമാണ് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ എല്ലാ മനുഷ്യരും നശിച്ചു പോകും. ഇതിലൂടെ ഈശോ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുക, മരണം എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. ജനിച്ചാൽ മരിക്കും എന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ട്. ഉറപ്പില്ലാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ, അത് എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ മരണം നമുക്ക് സുനിശ്ചിതമാണ്, നിശ്ചയമല്ലാത്തത് അതിന്റെ സമയം മാത്രമാണ്. അപ്പോൾ നിശ്ചയമായ ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനുവേണ്ടി നാം ഒരുക്കത്തോടെ ആയിരിക്കണം എന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ മരണം ഒരിക്കലും ആകസ്മികമാകാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ആകസ്മികമായ മരണം, പെട്ടെന്നുള്ള മരണം, അറിഞ്ഞില്ല. നമ്മൾ ഒപ്പീസ് പാടുമ്പോൾ വലിയ ഒപ്പീസിൽ പാടാറുണ്ട്: മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുള്. അവിടെ ഈ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരുങ്ങിയില്ല, അല്പനേരം കൂടി എനിക്ക് തരാവോ? മാലാഖയോട് ചോദിക്കുകയാണ്, അല്പനേരം കൂടി എനിക്ക് തരാവോ? ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് ഒരുക്കിക്കോട്ടെ മരണത്തിനായിട്ട്. അപ്പോൾ ആ പാട്ടില് തുടരുന്ന ഇങ്ങനെയാണ്: ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, വിധിയുടെ പിടിയിൽ അമർന്നു ഞാൻ എന്നാണ് ആ പാട്ട് അവസാനിപ്പിക്കുന്നത്.
അപ്പോൾ മരണം നമ്മുടെ ജീവിതത്തിൽ സുനിശ്ചിതമാണ് എങ്കിൽ അത് ഏത് നിമിഷവും ഉണ്ടാകാം. അതുകൊണ്ട് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അത് ആകസ്മികമാകാതിരിക്കണമെങ്കിൽ മരണത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുക. ചിലര് മരണത്തെ പേടിച്ച് ജീവിക്കുന്നവരുണ്ട്, ജീവിക്കുന്നുണ്ട്, പക്ഷേ മരിച്ചു ജീവിക്കുന്നവര്. അതല്ല സഭ, ഈശോ ഇവിടെ നമ്മുടെ മുന്നിൽ പറയുക. നമ്മളാരും മരിച്ചു ജീവിക്കാനല്ല, അല്ലെങ്കിൽ മരണത്തെ പേടിയോടെ കാണുവാനല്ല, പേടിയില്ലാതെ മരണത്തെ അഭിമുഖീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് സാധിക്കണമെങ്കിൽ നമ്മൾ അതിനായി നമ്മുടെ ജീവിതത്തെ ഒരുക്കുക. മരണത്തിനല്ല നമ്മൾ ഒരുക്കേണ്ടത്. മരണം നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷവും കടന്നു വരുമെങ്കിൽ അതിനെ ഭയം കൂടാതെ സ്വീകരിക്കുവാനായിട്ട് ജീവിതത്തിൽ നാം ഓരോ നിമിഷവും ഒരുക്കമുണ്ടാകണം. തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന ഈശോയാൽ സ്ഥാപിതമായ വലിയ കൂദാശയാണ് പരിശുദ്ധ കുമ്പസാരം. നമ്മെ തന്നെ ഒരുക്കാൻ. മനുഷ്യനാണോ? നമ്മളെല്ലാവരും തെറ്റിന്റെ വഴിയിലൂടെ കടന്നു പോകുന്നവരാ. മാർപ്പാപ്പയാണെങ്കിൽ പോലും നമുക്കറിയാം, മാർപ്പാപ്പയൊക്കെ കുമ്പസാരത്തിന് അണയുന്നുണ്ട്. വിശുദ്ധരൊക്കെ ജീവിതത്തെ അനുനിമിഷം നവീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം അവർക്ക് ബോധ്യമുണ്ട്, മാനുഷിക തലത്തിൽ നമ്മളൊക്കെ നമ്മുടെ പ്രത്യേകത പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്നുള്ള. അപ്പൊ നമ്മുടെ ജീവിതത്തെ അനുനിമിഷം വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ കഴുകുന്നത്? അതിൽ ചെളി പറ്റിയത് കൊണ്ടാണ്. ആ ചെളി ഇല്ലാതാകാനാണ്. അല്ലെങ്കിൽ ഞാൻ വില കൊടുത്ത് വാങ്ങിയതല്ലേ, ഇത് ഇനി ഞാൻ കഴുകുന്നില്ല, ഇങ്ങനെ തന്നെയാകും എന്ന് പറഞ്ഞ് നമ്മൾക്ക് മുന്നോട്ട് പോയാൽ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വരാൻ ആരും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആരുടെയെങ്കിലും അടുത്ത് ചെന്നാൽ അവർ മൂക്കുപൊത്തി മാറി നിൽക്കുമെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ കുറെ പെർഫ്യൂമൊക്കെ അടിച്ച് കുറച്ചുകൂടിയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാം. പെർഫ്യൂമിനൊക്കെ ഒരു പരിധിയില്ലേ? അപ്പോൾ ശാരീരികമായ ശുദ്ധിയെക്കുറിച്ച്, അതുപോലെ നമ്മുടെ വീടും പരിസരവും ശുചിയാക്കുന്നതിനെ കുറിച്ച് ഒക്കെ നമുക്ക് ബോധ്യമുണ്ട്. മഴക്കാലമായപ്പോൾ പഞ്ചായത്തിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെയൊക്കെ പരിസരങ്ങൾ ശുദ്ധീകരിച്ചു. എന്തിനാ? സാംക്രമിക രോഗങ്ങളൊക്കെ മാറി നിൽക്കാനായിട്ട്, കൊതുക് വളരാതിരിക്കാനായിട്ട്. ഇതുപോലെയാ നമ്മുടെ ജീവിതത്തെയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ശുദ്ധീകരിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ തീരാവ്യാധികളും സാംക്രമിക രോഗങ്ങളും നമ്മുടെ ഹൃദയത്തെ, ആത്മാവിനെ കാർന്നു തിന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിടിമുറുക്കിയാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. പകർച്ചപ്പനിക്കെതിരെ നമ്മൾ ജാഗ്രത പുലർത്തുന്നുണ്ട്. അതിനുവേണ്ടി പരിശീലന കളരികളുണ്ട്, മെഡിക്കൽ ക്യാമ്പുണ്ട്, പ്രതിരോധ മരുന്നൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും പ്രതിരോധിക്കുവാനായിട്ട്, ജീവിതത്തെ പ്രതിരോധിക്കുവാനല്ല, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാംക്രമിക രോഗങ്ങളായ പാപ അവസ്ഥകളെ പ്രതിരോധിക്കുവാനായിട്ട്, അതിനെതിരെ പ്രതിരോധ മരുന്ന് സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. അതിനാണ് നമ്മൾ ധ്യാനത്തിൽ പങ്കെടുക്കുന്നതും, തീർത്ഥാടനത്തിന് പോകുന്നതും, പരിശുദ്ധ കുമ്പസാരത്തിന് അണയുന്നതും, അതുപോലെ തന്നെ നന്മ പ്രവർത്തികളിലൂടെ, പുണ്യപ്രവർത്തികളിലൂടെ, പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തെ കൂടുതലായി വിശുദ്ധീകരിക്കുന്നതും. അത് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ അവരെ പോലെ നമ്മളെല്ലാവരും നശിക്കും എന്ന ചിന്ത നമുക്ക് ഉറപ്പാക്കാം നമ്മുടെ ജീവിതത്തിൽ. അതെ, നമ്മുടെ ജീവിതം ഒരിക്കലും ആകസ്മികമായ മരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമുക്കൊരുങ്ങാം. ആത്മാർത്ഥമായി ഈശോയുടെ ആ തിരുവചനം നമ്മുടെ ഹൃദയത്തിലെ പാഠമാകട്ടെ. നമ്മുടെ ജീവിതത്തെ അനുനിമിഷം മാനസാന്തരത്തിന്റെ മാർഗത്തിലൂടെ കടന്നു പോകുവാൻ, മറ്റുള്ളവരുമായി, ദൈവത്തോടും നമ്മളോട് തന്നെയും ഈ പ്രകൃതിയോടും രമ്യതയായി ജീവിക്കുവാൻ, അങ്ങനെ നല്ല ഒരു മരണം ഏത് നിമിഷവും നമുക്ക് സ്വീകരിക്കുവാൻ, ഭയം കൂടാതെ അഭിമുഖീകരിക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് ഉണ്ടാകട്ടെ. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ കണ്ട ഒരു മെസ്സേജ് ഇങ്ങനെയായിരുന്നു. അത് ചിത്രങ്ങളിലൂടെയാണ് കാണിച്ചിരുന്നത്. പുഴുവിന് വേണ്ടി കാത്തിരിക്കുന്ന മീനിന്റെ ചിത്രം. മീൻ പുഴുവിനെ തിന്നുന്നത് നമുക്കറിയാം. ചൂണ്ടയിടുന്നവരൊക്കെ ചൂണ്ടയുടെ അറ്റത്ത് പുഴുവിനെയാണ് കോർത്തെടുക്കുക. അതുപോലെ തന്നെ പുഴു ഒരു പരിധി വരെ മീനിന്റെ ആഹാരമാണ്. അപ്പോൾ മീൻ കാത്തിരിക്കുന്നത് ആരെയാ? പുഴുവിന്. നമ്മൾ ഈ കുർബാന കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി വണ്ടികൾ അവിടെ കാണാം. വണ്ടിയിലൊക്കെ ഉള്ളത് എന്തായിരിക്കും? മീന. അപ്പോൾ മനുഷ്യൻ കാത്തിരിക്കുന്നത് മീന് വേണ്ടി,
മീൻ കാത്തിരിക്കുന്നത് പുഴുവിനെയാണെങ്കിൽ മനുഷ്യൻ കാത്തിരിക്കുന്നത് പുഴുവിനെയാണ്. ഇവിടെ രണ്ട് കൂട്ടരായി ജയിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത്. മീന് പുഴുവിനെയും കിട്ടി, മനുഷ്യന് മീനെയും കിട്ടി. തൊറ്റുപോയത് പുഴുവാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ആ ചിന്ത ആ സ്ഥാനത്താണ്. പുഴു കാത്തിരിക്കുന്നത് ആരെയാ? ചിന്തിച്ചു നോക്കിക്കേ, മനുഷ്യനെയാ. മണ്ണിലേക്ക് നമ്മളെ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ 1 ദിവസം 2 ദിവസത്തിനകം ഈ പുഴു വളരെ സന്തോഷത്തോടെ നമ്മളെയൊക്കെ അങ്ങ് സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മരണമുണ്ടാകുമെന്ന് പലപ്പോഴും നമുക്ക് ബോധ്യമുണ്ടോ എന്ന് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, മറ്റുള്ളവരോട്, ദൈവത്തോട്, പൊതുവായ കാര്യങ്ങളിലൊക്കെയുള്ള നമ്മുടെ പ്രതികരണം കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ഈ ലോക അവസാനം വരെ ഇവിടെ ഇങ്ങനെ അങ്ങ് പോകാൻ വിധിക്കപ്പെട്ടവനാണ് അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ടവനാണ് എന്ന് പലപ്പോഴും തോന്നിപ്പോകും. അതെ, മീൻ പുഴുവിനെയും മീനെ മനുഷ്യനും കാത്തിരിക്കുന്നത് പോലെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് പുഴു. അത് നമുക്ക് മറക്കാതെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. അതെ, മരണമെന്ന യാഥാർത്ഥ്യത്തെ പേടിപ്പിക്കുന്നതല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ജീവിതത്തെ നമുക്ക് അനുനിമിഷം നവീകരിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരങ്ങളോടും ദൈവത്തോടും നമ്മോട് തന്നെയും രമ്യതയിലാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി രമ്യതയുടെ വലിയ കുദാശയായ ഈ പരിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം നമുക്ക് പങ്കുചേരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭാധീശനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയെയും മാർ മാത്യു മെത്രാപ്പൊലീത്തയെയും മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ധാരാളമായി നൽകി അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നരുൾ ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്തവിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർ തോമാ ശ്ലീഹായുടെ മാതൃക അനുസരിച്ച് നിന്നോടുകൂടെ മരിക്കുവാൻ സന്നദ്ധരായ അനേക മിഷനറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനേകരുടെ മാനസാന്തരത്തിനു വേണ്ടി നിന്റെ ബലിയോട് ചേർത്ത് തങ്ങളുടെ ജീവിത ബലി അർപ്പിക്കുവാൻ ക്ലേശം അനുഭവിക്കുന്നവർ ശക്തരാകേണ്ടതിന് നിന്റെ അരൂപിയെ അവർക്ക് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യം അന്വേഷിക്കുമെന്ന് അരുളിച്ചെയ്ത കർത്താവേ, നിന്റെ ആഹ്വാനം അനുസരിച്ച് നവീകരിക്കപ്പെട്ട ജീവിതം നയിക്കുവാനും പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഉത്സാഹമുള്ളവരായി തീരുവാനും പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ വർഷിക്കണമേ. ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ നിലനിൽക്കുന്നതിനും ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഫലസമൃദ്ധങ്ങളാകുന്നതിനും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണ
നവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. താതനുമതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയിട പാവനമീ ബലിയിൽ ആദിയിലെ പോലെ നന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. സർവരുമൊന്നായി പാടിടട്ടെ ആമേ ആമേ. മർത്തോമായെയും ദിനസാക്ഷികളെയും സത്കർമ്മികളെയും ബലിയിലോർത്തിയിട. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ സുരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിയ. സർവശക്തതാതനാ ഏകദൈവമേ, വിശ്വസിപ്പുമർത്തിരാ ഞങ്ങളങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക, സർവശക്തതാതനാമേക ദൈവമേ, വിശ്വസിപ്പുമർത്തിരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാ സത്യതാതനങ്ങിൽ നിൻ ആദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാം യേശു ദൈവജൻ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസൂനു ദൈവമാണേക സത്തയിൽ
ലോക സൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാൽ മർത്യരൂപമാർവിഹേ കന്യകാത്മജൻ. പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യദൈവ സുനുവേ മന്നിലുദ്ധിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴുമഹിതകാന്തിയിൽ ഒടുവിലെത്തുമീ മഹിയിൽ അന്നു വിധിയുമാ സകലരും ശ്രവിക്കുമന്ത്യവിധി വിനീതരാ. താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും. ഏകമാണു ധന്യമാണു പാവനം സഭ. പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതനും വിശ്വാസികളുമായ എല്ലാ ഭർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമ്മുടെ സഹായത്തിനും രക്ഷയ്ക്കും സർവ്വജാതത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച് സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചുപേക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടെ ഭക്തിയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും
സഹവാസമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം യാക്കോബെന്നിവർതൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിക്കൂ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൗവ്യന്മാരും സ്ത്രാപ്പന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ ശ്രദ്ധയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി
നിയമത്തിന് അധീനനായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകലരുമായ ഈ ദാസൻ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്ത് പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ മാത്യു മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സ്നേഹ സമൂഹത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവ്
കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാസനത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരെ വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകം അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സ്നാനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്റെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്ത എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാകവും രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തെ വിധം എന്നോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗം നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതം പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയം.
നമ്മുടെ കർത്താവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള അവതരണത്തോടെ അപരാധങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദരത്വങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിലെ നാഥനായ ദൈവത്തോട് കൃപയും പാപോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാൻ ആത്മാവാ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഏകമനസ ദിവ്യരഹസ്യം നിതരാ ഉൾക്കൊള്ളാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഉത്ഥാനത്തിനും അതുപോൽ ജീവനും കാരണമായിടുവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടൊന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തേണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് ശിശുമാരെ പഠിപ്പിച്ച അതിവിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച മനോവിശ്വാസത്തിനെ ആവർത്തിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, കൃപാപൂർണനായ കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കിണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ അവന്റെ സൈന്യങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവേ, നിന്റെ സഹായത്താൽ വിശുദ്ധർ വിശ്വാസത്തിനു വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ചു. നിന്റെ ആത്മസമർപ്പണം അവരെ ധൈര്യപ്പെടുത്തുകയും നിന്റെ സ്നേഹം അവർക്ക് പ്രചോദനമരുളുകയും ചെയ്തു. അവരോടുകൂടി ഭാവി ജീവിതത്തിന്റെ പ്രത്യാശയിൽ
ഞങ്ങളും പങ്കുചേരുകയും ഭക്തിയാദരപൂർവ്വം ഈ ദിവ്യരഹസ്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സുവിശേഷത്തിന്റെ ചൂടും വിളിച്ചവും നമ്മളിവിടെ പ്രസരിക്കുവാൻ ദൈവപരിശുദ്ധ ശരീരരക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ദിവ്യകാരുണ്യമാ നാഥനണയുമ്പോ എന്തോരാനന്ദം ഉള്ളിൽ വാഴുവാനവൻ നാവിലലിയുമ്പോ എന്തോരാമോദം കാഴ്ചയായൻ ഹൃദയ നോവുകളേകിടും നിരാ അപ്പമായി മുറിയുന്ന സ്നേഹമേ ദിവ്യകാരുണ്യമാ നാഥനണയുമ്പോ എന്തോരാനന്ദം ഹൃദയവീതിയിൽ നിൻ പാദം പതിഞ്ഞിടുമ്പോൾ സ്നേഹമേ ആത്മനോവുകൾ അന്യമായിടും ഹൃദയതന്ത്രിയിൽ നാദമായി നീ അണഞ്ഞിടുമ്പോൾ ജീവനിൽ നിന്റെ നാമം മാത്രമായിടും നീ വരുമ്പോൾ എന്റെ ഉള്ളം സ്നേഹമായി മാറും ദിവ്യകാരുണ്യമാ നാഥനണയുമ്പോ എന്തോരാനന്ദം ഉള്ളിൽ വാഴുവാനവൻ നാവിലലിയുമ്പോ എന്തോരാമോദം ഹൃദയവാതിൽ തുറന്നു ഞാൻ കാത്തു നിന്നിടാം നീ തൊടുമ്പോൾ ഹൃദയ നൊമ്പരമകറ്റിടാം
കരം പോയി മറഞ്ഞിടും. അരികിലെന്നും കാവല നീ വരേണമേ. നീ വരുമ്പോ എന്റെ ജന്മം ധന്യമായി തീരും. ഭാഗ്യമേ എന്റെ ഉള്ളിൽ നീ നിറഞ്ഞിടൂ. ദിവ്യകാരുണ്യമാ നാഥനണയുമ്പോ എന്തോരാനന്ദം. ഉള്ളിൽ വാഴുവാനവൻ നാവിലലിയുമ്പോ എന്തോരാമോദം. കാഴ്ചയായൻ ഹൃദയ നോവുക ഏകിടുന്നിതാ. അപ്പമാ മുറിയുന്ന സ്നേഹമേ യേശുവേ. ദിവ്യകാരുണ്യമാ നാഥനണയുമ്പോ എന്തോരാനന്ദം. കർത്താവിൻ തിരുമുൻപിൽ വന്നതി ഭക്തി വിശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടോയി രഹസ്യങ്ങൾ പാപമോചനമേകട്ടെ. ഉന്നതൻ യുഗരാജാവായിടും കന്യകാസുതനേശുവേ. ദാസന്റേതുപോൽ സൃഷ്ടാവിന്റെയും സാദൃശ്യം നേടിനയ്ക്കുകിൽ. നിന്നിൽ വിശ്വസിച്ചാശ്രയിച്ചവർ നിന്റെ സങ്കേതം തേടിയോ. നിന്റെ മാംസനീണങ്ങളാത്മാവ മോചനം നേടി ധന്യരാ. കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് ലഭിച്ച സ്തോത്ര കാഴ്ച 12,419 രൂപ. അടുത്ത ശനി ഞായർ ദിവസങ്ങളിൽ നമ്മുടെ ദേവാലയം ക്ലീൻ ചെയ്ത് കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് 14ാമത്തെ വാർഡുകാരാണ്. അവരുടെ കൂടാരയോഗം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 ശ്രീമതി ലീലാമ്മ സൈമൺ കൈതക്കത്തൊട്ടിയിലിന്റെ ഭവനത്തിൽ വെച്ച് ചേരുന്നതാണ്. ഇന്നലെയും ഇന്നുമായി നമ്മുടെ ദേവാലയം ക്ലീൻ ചെയ്ത് കുർബാനയ്ക്ക് നേതൃത്വം നൽകുകയും കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായിട്ട് കൂടാരയോഗം സംഘടിപ്പിക്കുകയും ചെയ്ത 13ാമത്തെ വാർഡുകാരെ പ്രത്യേകമായി ഇടവകയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച 7ന്റെ കുർബാനയെ തുടർന്ന് KCVLന്റെ മീറ്റിംഗ് പാരിഷ് ഹാളിന്റെ മുകളിലുള്ള ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. +1 മുതലുള്ള എല്ലാ യുവജനങ്ങളും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പുതിയ അംഗങ്ങളെ സ്വീകരിക്കുന്നതും ഈ മീറ്റിംഗിൽ വെച്ച് തന്നെയായിരിക്കും. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ഹോമിയോ മെഡിക്കൽ ക്യാമ്പും പ്രതിരോധ മരുന്ന് വിതരണവും ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലുമായി നടത്തപ്പെടുന്നുണ്ട്. വിശദ വിവരങ്ങൾ അടങ്ങിയ നോട്ടീസ് കുർബാനയ്ക്ക് ശേഷം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. കുർബാനയെ തുടർന്ന് ഈ ആഴ്ചയിൽ
മരണമടഞ്ഞ ഏലി ഉലഹന്നൻ കൊല്ലറേറ്റിന്റെ ആത്മശാന്തിക്കായിട്ട് ഒപ്പീസ് പാടുന്നതായിരിക്കും. KCYL മണക്കാട് യൂണിറ്റിന്റെ ആതിഥേയത്വത്തിൽ അതിരൂപത സമിതി അവസർ 16 എന്ന പേരിൽ ഒരു പ്രോഗ്രാം മണക്കാട് വെച്ച് നടത്തപ്പെടുന്നതാണ്. അതിന്റെ ലക്ഷ്യം ഇതാണ്: KCYL അംഗങ്ങളെ PSC വൺ ടൈം രജിസ്ട്രേഷന്റെ ഭാഗമാക്കുന്നതിനായിട്ടാണിത്. ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ജൂൺ 26 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് മണക്കാട് സെന്റ് ജോസഫ് പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നു. ഗവൺമെന്റ് മേഖലയിലെ ജോലി സാധ്യതയെക്കുറിച്ച് വ്യക്തമാക്കുന്ന ക്ലാസ്സിലും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിലും എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. അതായത് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ യുവജനങ്ങൾ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, PSCയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായി അതിന് അനുസൃതമായി എവിടെയെങ്കിലും ഇന്റർവ്യൂയോ അല്ലെങ്കിൽ പരീക്ഷയോ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പേരിൽ മൊബൈലിൽ ആ കാര്യം അറിയിക്കപ്പെട്ടിരിക്കും. നമുക്കറിയാം, നമ്മുടെ സമുദായത്തിൽ നിന്ന് ഇപ്പോൾ PSC വഴി അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലുള്ള ജോലികൾ ചെയ്യുന്നത് എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകര്, നഴ്സ്, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, ഡോക്ടർ, വിദേശം, ഇതാണ് നമ്മളുടെ ക്രൈറ്റീരിയ ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഗവൺമെന്റ് തലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഒത്തിരി നമുക്ക് ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ തിരുവനന്തപുരം പള്ളിയിലുണ്ടായിരുന്നു. നമ്മുടെ സമുദായത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിൽ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് ഒരാളായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം അടുത്ത വർഷം അല്ലെങ്കിൽ അതിൻ്റെ പിന്നത്തെ വർഷം റിട്ടയർ ആയി കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ നമ്മൾ ആരും ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ പൊതുമേഖലാ സ്ഥലങ്ങളിൽ ഗവൺമെന്റ് തലത്തിൽ ഒത്തിരി ജോലി സാധ്യതകളുണ്ട്. പക്ഷേ അത് പലപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ PSCയിൽ നമ്മൾ ഈ പറഞ്ഞ പ്രോഗ്രാമിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ഏത് തലത്തിലുള്ള ഇന്റർവ്യൂ അല്ലെങ്കിൽ എക്സാമിനേഷനാണ് വരുന്നത്, അതിൻ്റെ വിവരം നിങ്ങളുടെ മൊബൈൽ നിങ്ങളെ അറിയിച്ചിരിക്കും. അതുകൊണ്ട് ഇതൊരു നല്ല പ്രോഗ്രാമാണ്. എല്ലാ യുവജനങ്ങളും നിങ്ങളുടെ പേര് ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വിശദ വിവരങ്ങൾ നോട്ടീസിലുണ്ട്. ഭാരവാഹികളെ സമീപിച്ചാൽ ആ കാര്യങ്ങൾ അറിയുന്നതാണ്. നമുക്ക് എഴുന്നേറ്റ് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതയും സമർപ്പിക്കാം. അവന്റെ മൈതാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കിയല്ലോ. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. രക്തങ്ങൾ നൽകി ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുവാൻ തിരുമനസ്സായ മിശിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. കനിവോടു ദൈവം മാനവരിൽ ദിവ്യാനുഗ്രഹം അരുളട്ടെ. അനുതാപത്തിൻ വീഥികളിൽ നീങ്ങി വിശുദ്ധി വരിച്ചിടുവാൻ നിത്യമഹോന്നത സ്വർഗത്തിൽ ചേർന്നിടുവാനീ ലോകത്തിൽ പ്രാർത്ഥന വഴിയായി കൃപ വഴിയായി സാധ്യം സുഹൃതം വഴിയായും തന്റെ ശരീരം ഭക്ഷിക്കും രക്തം പാനം ചെയ്യുന്നു. മാനവരെന്നിൽ നിവസിക്കും
അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാൻ അവനെ ഞാൻ അന്തിമ ദിവസം ഉയർപ്പിക്കും. നിത്യായുസ്സവൻ ഏകും ഞാൻ ഏവം നാഥൻ അരുൾ ചെയ്തു. അരുളിയ പോലും ഈ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹം എന്നെന്നും. നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹം അരുളട്ടെ ദൈവം കരുണയുടെ ഉചിത ബലിയാൽ വളരാം സത്ഫലമെങ്ങും തൂകിടാ നിത്യത തേടും നേരത്തെ ജീവിത വൃക്ഷം കനിച്ചൂടു. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവും അതുപോൽ റുഹാദൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കവിടമേ സ്വസ്തി. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ യേശു അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തുറമെടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റണമേ. അങ്ങയോട് കൂടിയായിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ബലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിലെ നിത്യസൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധനായ വൈദികരെയും സന്യാസിനികളെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയെ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷിക്കാൻ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരം നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം.
ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതലേക്കുവാമേ തെളിവായ എന്നോട് നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. ഗുരുവത്സലരാം സ്ലീഹരുമൊരുപോ വിനയാൻവിതരാ തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ബലിപോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവർ ലഭിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാകുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവർ ലഭിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഖല നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായ കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹനീയമായ വിധിദിനത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജപം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, അങ്ങേ മഹത്വത്തിനും ശക്തിക്കും യോജിച്ചവണ്ണം അങ്ങേ സ്നേഹിക്കത്തക്ക ഒരു ഹൃദയം ഏറ്റവും ദരിദ്രനായ ഈശോയുടെ മാത്രമാകുന്നുവല്ലോ. എന്റെ ഹൃദയം ഏറ്റവും ദരിദ്രവും ദുർബലവും സകല ദുർഗുണങ്ങളാലും നിറഞ്ഞതുമെന്ന് ഞാൻ സമ്മതിച്ചു പറയുന്നു. ദയ നിറഞ്ഞ ദൈവമേ, സ്നേഹം നിറഞ്ഞതും എല്ലാ നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്നതുമായ അങ്ങേ ദിവ്യപുത്രന്റെ പരിശുദ്ധ ഹൃദയം എന്റെയും സകല മനുഷ്യരുടെയും പാപങ്ങൾക്കും നന്ദിഹീനതയ്ക്കും പരിഹാരമായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു. ഈശോ അങ്ങേ സ്നേഹിച്ചതുപോലെയും വിശുദ്ധ കുർബാനയിൽ സദാ സ്വയം ബലിയായി അങ്ങേക്ക് സമർപ്പിച്ച് സ്നേഹിക്കുന്നതുപോലെയും ഞാൻ അങ്ങേ സ്നേഹിപ്പാനും എന്റെ സന്തോഷം മുഴുവനും അങ്ങിൽ സമർപ്പിക്കാനും അനുഗ്രഹം നൽകി അരുളണമേ. സുഹൃത്ത് ജപം. ഈശോയുടെ ദിവ്യഹൃദയമേ, ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നതിന് മുൻപ് എന്നെ മരിപ്പിക്കണമേ. സൽക്രിയ. ഉപദേശം നൽകി ആരെയെങ്കിലും തിന്മയിൽ നിന്ന് അകറ്റുന്നതിനായി ശ്രമിക്കുക. ഈ ഇടവക